പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് സ്നേഹത്തോടെ അൾത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് സ്നേഹനാഥനായ ഈശോയെ, തിരുവോസ്തു രൂപനായി ഈ തിരുമണിക്കൂറിൽ നീ ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഇത്രമാത്രം സ്നേഹത്തോടെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നു, ഇത്രമാത്രം കാരുണ്യത്തോടെ നീ ഞങ്ങളുടെ ജീവിതങ്ങളെ സമൃദ്ധമാക്കുന്നു. അർഹതയില്ലാതിരുന്നിട്ടും ഞങ്ങളെ വിലയുള്ളവരാക്കി മാറ്റി നിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ ഓരോ തുള്ളി രക്തവും കർത്താവേ, ഞങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടി നീ ലോകത്തിൻ്റെ മേൽ ചൊരിഞ്ഞ വലിയ കരുണയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിന്നെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. നിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് കർത്താവ്, ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ശാന്തമായിട്ടിരിക്കും. നമ്മളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനുമായി ദൈവമിതാ ഈ അൾത്താരയിൽ കാരുണ്യവാനായി തിരുവോസ്തുരൂപനായി നമ്മുടെ കൂടെയായിരിക്കുന്നു. സങ്കീർത്തനം 59-ാം സങ്കീർത്തനം അതിൻ്റെ 16-ാം തിരുവചനം പറയുന്നു, ഞാൻ അങ്ങയുടെ ശക്തി പാടി പുകഴ്ത്തും, പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും. എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങൻ്റെ കോട്ടയും അഭയവുമായിരുന്നു. എൻ്റെ ബലമായവനെ, ഞാൻ അങ്ങേക്ക് സ്തുതികൾ ആലപിക്കും. ദൈവമേ, അങ്ങാണെൻ്റെ ദുർഗം, എന്നോട് കാരുണ്യം കാണിക്കുന്ന ദൈവം. സങ്കീർത്തകൻ വളരെ ആഴമായ വിശ്വാസത്തോടെ പറഞ്ഞു വയ്ക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യമാണ്, എൻ്റെ ബലമായവനെ, ഞാൻ അങ്ങേക്ക് സ്തുതികൾ ആലപിക്കും. ദൈവമേ, അങ്ങാണ് എൻ്റെ ദുർഗം, എന്നോട് കാരുണ്യം കാണിക്കുന്ന ദൈവം. ഇത്രമാത്രം ആഴമായ ഒരു വലിയ ബോധ്യത്തിലേക്കാണ് സങ്കീർത്തകൻ വളർന്നത്. പ്രിയപ്പെട്ടവർ, ഇപ്രകാരം ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ആഴമായ വിശ്വാസത്തിലേക്ക് വളരുവാനായിട്ട് വചനം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ എന്തുമാത്രം പ്രാധാന്യമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് നൽകുന്നത്. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തെ ഏറ്റവും കൂടുതൽ മികവുറ്റതാക്കി മാറ്റുന്നത്, ഉണർവുള്ളതാക്കി മാറ്റുന്നത് നമ്മൾ ക്രിസ്തുവിൻ്റെ അതേ മനോഭാവത്തോടു കൂടി വ്യാപരിക്കുമ്പോഴാണ്. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എന്ന ലേഖനത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ ആ ഒരു വലിയ കരുണ എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തു എപ്രകാരമാണ് ഭൂമിയിൽ അവതരിച്ച് ഈശോയുടെ ആ പരസ്യ ജീവിതകാലത്ത് എല്ലാവരുടെയും കൂടെയായിരുന്നു, നമ്മൾ എപ്രകാരം ജീവിച്ചു, അപ്രകാരം ഈശോയെ അടുത്ത് അനുകരിക്കാനും ഈശോയ്ക്കുണ്ടായിരുന്ന ആ ഒരു മനോഭാവം നമ്മുടെ മനോഭാവമാക്കി മാറ്റാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങളുണ്ടാകും. ഒത്തിരിയേറെ ഗുണങ്ങളും കാര്യങ്ങളുമുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ മാത്രം പ്രത്യേകമായിട്ട് നമുക്കിന്ന് ധ്യാന വിഷയമാക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുവും സമരിയാക്കാരി സ്ത്രീ തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട്. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് അധികം അവകാശമോ അതുപോലെ തന്നെ അവർ പരസ്യമായ ഒത്തിരി അവർക്ക് വലിയൊരു എക്സ്പോഷറൊന്നും അധികം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല. അവരെപ്പോഴും ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്നവരാണ്. കാരണം സമൂഹത്തിൽ അത്രമാത്രം അവർക്കൊരു പ്രാധാന്യം കുറഞ്ഞിരുന്ന സമയമാണ്. എല്ലാ കാര്യങ്ങളും അവർക്ക് ഒരു പ്രാധാന്യമൊക്കെ ഉണ്ടെങ്കിലും
ഇന്നത്തെ അത്രയും ഇല്ലെങ്കിലും അന്നത്തെ കാലത്ത് ഒത്തിരി ഒതുങ്ങിയ കാലഘട്ടമായിരുന്നു. അതേ സമയത്ത് ശത്രുതയിലായിരുന്ന സമരിയക്കാരും യഹൂദരും തമ്മിൽ ഒരു വാക്കുപോലും മിണ്ടാൻ പാടില്ല. അങ്ങനെ പബ്ലിക്കായിട്ട് സംസാരിക്കുക എന്നുള്ളത് ഒരു വലിയ കുറച്ചിലായിട്ട് കണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ അവിടെ ഈശോ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് സമരിയായുടെ തീരത്തോട് വരുമ്പോൾ അവിടെ ദാഹിച്ചപ്പോൾ വെള്ളം കുടിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സമരിയാക്കാരി സ്ത്രീ വെള്ളം കോരാൻ വരുന്നുണ്ട്. വചനം പറയുന്നു, ആ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശുവിനോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. ഈശോയുടെ ആ ഒരു ചിന്താഗതി, അവൾ ഏത് സ്വഭാവക്കാരിയാണ്, അവൾ ഏത് കാറ്റഗറിയിൽപ്പെട്ടതാണ്, അവളുമായിട്ട് ശത്രുതയിലായിരിക്കുന്നവളാണോ? ഇല്ല, ഈശോ വളരെ ഓപ്പണായിട്ട് ആ സമയത്ത് അവളോട് സംസാരിക്കുകയാണ്, എനിക്ക് കുടിക്കാൻ തരിക. അപ്പോൾ അവൾ തിരിച്ച് ആ ഒരു കാര്യം കേട്ടതിന് ശേഷം സമരിയാക്കാരി സ്ത്രീ ഈശോയോട് ചോദിക്കുന്നുണ്ട്, നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? അവൾക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. അവൾ കൃത്യമായിട്ട് ഈശോയോട് ചോദിക്കുകയാണ്, നീ ഒരു യഹൂദനായിരിക്കെ നീ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അത്രമാത്രം ശത്രുതയിൽ കഴിഞ്ഞിരുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കുറവാണ്. എന്നോട് സംസാരിക്കുക എന്നത് പരസ്യമായി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്കുള്ള ആ ഒരു വില പോലെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നിട്ടും നീ എന്നോട് ചോദിക്കുകയാണ് എനിക്ക് കുടിക്കാൻ തരിക. സംസാരിച്ചത് പോട്ടെ, വെള്ളം മേടിച്ച് കുടിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഈശോയുടെ ആ ഒരു മനോഭാവവും ഈശോയുടെ ആ കരുണയോടെയുള്ള അവളോടുള്ള സമീപനവും നമ്മുടെയൊക്കെ കണ്ണു തുറപ്പിക്കുന്നതാണ്. ഈശോ പറയുന്നു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നവുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തൊരവസരമല്ല. ഈശോ അവളെ കരം പിടിച്ച് ഈശോയുടെ വലിയ കരുണയിലേക്കാണ് നയിക്കുക. പക്ഷേ ശിഷ്യന്മാരാരുമില്ല, അവൾ ഒറ്റയ്ക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വീണ്ടും ശിഷ്യന്മാരെല്ലാം വന്നു കഴിയുമ്പോൾ 4-ാം അധ്യായം 27-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറഞ്ഞ, അവൻ്റെ ശിഷ്യന്മാർ തിരിച്ചെത്തി അവനൊരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അവരൊരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. കാരണം അത്രമാത്രം ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു ആരാധനയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ ആ ഒരു വലിയ ധ്യാനത്തിലാണ് നമ്മൾ ആയിരിക്കുക. നമുക്ക് കർത്താവ് വചനത്തിലൂടെ പറഞ്ഞു തരുന്ന വലിയ ഒരു സന്ദേശമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത്, ചിലപ്പോൾ നമ്മുടെയൊക്കെ വില നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമായിരിക്കും മറ്റുള്ളവരോട് മിണ്ടിയാൽ പോലും. പ്രകാരമുള്ള സാഹചര്യങ്ങളിൽ പോലും കർത്താവ് പറയുന്നു, അതിനേക്കാളും വിലപ്പെട്ടതാണ് നീ എനിക്ക്. നമ്മളെ ഓരോരുത്തരെയും ഇത്ര വിലപ്പെട്ടതായി കാണാൻ സാധിക്കുന്ന ഒരു നല്ല തമ്പുരാൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം ദൈവം കരുണ കാണിക്കുന്നു, ഇത്രമാത്രം സ്നേഹത്തോടെയാണ് ദൈവം നമ്മളോട് പെരുമാറുന്നത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ആരെയും ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേരിലോ ഒരു ലാംഗ്വേജിൻ്റെ പേരിലോ വേർതിരിക്കാൻ പറ്റാതെ എല്ലാവരോടും ഒരുപോലെ പെരുമാറുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ട, അപ്രകാരം ഒരു വലിയ കൃപ ലഭിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സമരിയാക്കാരി സ്ത്രീ പിന്നീട് ഈശോയെ കണ്ടുമുട്ടിയതിന് ശേഷം അവളൊരു പുതിയ വ്യക്തിയായിട്ടാണ് മാറുക. അവൾ പിന്നീട് ഒരിക്കലും അവളുടെ പഴയ ജീവിതശൈലിയിലേക്കല്ല പോകുക. അവൾ മറിച്ച് ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായിട്ട് മാറുന്നു. കർത്താവ് അവളോട് കാണിച്ച കാരുണ്യത്തിൻ്റെ സാക്ഷിയായിട്ട് അവൾ മാറുകയാണ്. നമ്മുടെ ജീവിതവും അപ്രകാരം മാറുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന അവസരത്തിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവ് ഞങ്ങൾ നിന്നെ ആരാധിക്കും നമുക്ക് ഏറ്റുപറയും. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, മറ്റാരിലും രക്ഷയില്ല ദൈവത്തിലല്ലാതെ.
ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. കർത്താവ് ഇത്രമാത്രം നമ്മളോട് കാരുണ്യം കാണിക്കാനുള്ള പ്രധാന കാരണം നമ്മൾ അനുതാപത്തോടെ കർത്താവിലേക്ക് തിരിഞ്ഞ് രക്ഷയുടെ പാതയിൽ ചരിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യമറിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെയും ക്രമപ്പെടുത്താൻ നമുക്ക് പരിശ്രമിക്കാം. ലോകമെമ്പാടുമുള്ള സകലരിലും കർത്താവിൻ്റെ കരുണ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് വിശ്വാസ ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ എല്ലാ മക്കളെയും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെയും കലുഷിതമായ അനുഭവങ്ങളിലൂടെയും കടന്നു പോകുന്ന കുടുംബാംഗങ്ങളെ പ്രത്യേകം സമർപ്പിക്കാം. കുടുംബത്തിലെ സന്തോഷം സമാധാനമൊക്കെ നഷ്ടപ്പെട്ടു പോയ അവരുടെ ജീവിതങ്ങളിലേക്ക് കർത്താവേ നിൻ്റെ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികവും മാനസികമായ ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നു പോകുന്നവരെ ഞാൻ പ്രത്യേകം സമർപ്പിക്കുന്നു. അവരുടെയൊക്കെ ജീവിതത്തിൽ കർത്താവേ നിൻ്റെ കരുണയുടെ ആസ്വാദനം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.